നമസ്കാരം. ലൈവ് അറ്റ് 6 ഒരു പകലിന്റെ സമഗ്രമായ വാർത്താ ചിത്രം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. മത്സരരംഗത്ത് 194 പേർ. പ്രമുഖർക്ക് വെല്ലുവിളിയായി അപരന്മാരും വിമതരും. വടകരയിൽ കെ ശൈലജയ്ക്ക് 3, ഷാഫിക്ക് 2 അപരന്മാർ. VS സുനിൽകുമാറിന് വെല്ലുവിളിയായി ഒരു അപരനും. മുന്നണി നേതൃത്വം തള്ളിയെങ്കിലും SDPI പിന്തുണ കൊല്ലത്ത് പ്രേമചന്ദ്രന് വേണം. SDPI വോട്ട് നിരസിക്കാത്ത NK പ്രേമചന്ദ്രന്റെ നിലപാടിൽ കോൺഗ്രസിന് അതൃപ്തി. ഒരാൾ വോട്ട് ചെയ്യാൻ വന്നാൽ ആ വോട്ട് നിങ്ങൾക്ക് നിരാകരിക്കാൻ എവിടെ അവകാശം? നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഖ്യാപിക്കാം, വോട്ട് വേണ്ട എന്നൊക്കെ പ്രഖ്യാപിക്കാം. പ്രേമചന്ദ്രന് പ്രത്യേക പ്രിവിലേജ് ഇല്ലെന്ന് VD സതീശൻ. UDF സ്ഥാനാർത്ഥിയുടെ നിലപാട് രാഷ്ട്രീയ ആയുധമാക്കി CPM. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ശോഭാ സുരേന്ദ്രന് അതൃപ്തി. നേതൃത്വത്തെ പരാതി അറിയിച്ചതായി സൂചന. വാർത്ത നിഷേധിച്ച് ശോഭാ സുരേന്ദ്രൻ. വാർത്താ സമ്മേളനത്തിനിടെ വിതുമ്പിക്കരഞ്ഞു. മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തില് ചുമതലക്കാരനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ആലപ്പുഴയിലേക്ക് ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി വരുന്നത്. ജില്ലാ അധ്യക്ഷൻ അറിഞ്ഞിട്ടോ ശോഭാ സുരേന്ദ്രൻ അറിഞ്ഞിട്ടോ അല്ല. ആദായ നികുതിയിൽ കള്ളത്തരം കാണിച്ചെന്ന ആരോപണത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി. വാങ്ങിയത് മന്ത്രിയുടെ ശമ്പളം മാത്രം, കണക്കിൽ കള്ളമില്ല. ആരോപണങ്ങളെ നിയമപരമായി നേരിടുമെന്നും NTA സ്ഥാനാർത്ഥി News 18നോട്. വോട്ടിന് പണം ആരോപണത്തിൽ കോൺഗ്രസിനെതിരെ BJPയുടെ നിയമ നടപടി. KM മാണിയുടെ ഓർമ്മദിനത്തിൽ നിലപാട് പ്രഖ്യാപിക്കാനാണോ സജിയുടെ നീക്കം? KM മാണിയുടെ സ്മൃതി സംഗമം നാളെ കോട്ടയത്ത്. സജി മഞ്ഞക്കടമ്പിൽ കേരള കോൺഗ്രസ് എമ്മിൽ തിരിച്ചെത്താൻ സാധ്യത. ഫ്രാൻസിസ് ജോർജിന് ചിഹ്നം ഓട്ടോറിക്ഷ. ബാലറ്റ് പേപ്പറിൽ 6ാമത് പേര് വന്നതിൽ UDF ക്യാമ്പിന് ആശങ്ക. പാനൂർ സ്ഫോടനത്തിൽ പ്രതിരോധം തീർത്ത് CPM. പിടിയിലായ DYFI പ്രവർത്തകനെ ന്യായീകരിച്ച് MV ഗോവിന്ദൻ. മരിച്ചയാളുടെ വീട്ടിൽ CPM നേതാക്കൾ പോയതിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രിയും. CPMന് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് VD സതീശൻ. കേരള സ്റ്റോറി സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രദർശിപ്പിച്ച് ഇടുക്കി രൂപത. വിശ്വാസ പരിശീലന ക്ലാസിന്റെ ഭാഗമെന്ന് വിശദീകരണം. വർഗീയമാനം നൽകിയതുകൊണ്ടാണ് സിനിമ ചർച്ചയായതെന്നും രൂപത. സ്വാഗതം ചെയ്ത് BJP. തൃശൂരിൽ പാർട്ടി സ്വത്തുക്കളും CPM മറച്ചുവെച്ചെന്ന് ED. പാർട്ടി വെളിപ്പെടുത്തിയത് ഒന്നിന്റെ വിവരം മാത്രം. ED നടപടി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനാണെന്ന് മുഖ്യമന്ത്രി. PK ബിജുവിനെയും വർഗീസിനെയും വീണ്ടും ചോദ്യം ചെയ്ത് ED. വിശദമായി തന്നെ നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ചിത്രം തെളിയുകയാണ്. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. അങ്ങനെ സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമായി കഴിഞ്ഞു. ഇന്നായിരുന്നു നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം. അത് പൂർത്തിയായതോടുകൂടി ചിത്രം വളരെ വ്യക്തമായി കഴിഞ്ഞു. ഇതോടുകൂടി സംസ്ഥാനത്ത് 194 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. പ്രധാന സ്ഥാനാർത്ഥികൾക്ക് വെല്ലുവിളി ഉയർത്തി വിമതന്മാരും അപരന്മാരും ഇത്തവണയും രംഗത്തുണ്ട്. MK രാഘവന് 3 അപരന്മാരും അബ്ദുൾ കരീം എന്ന പേരിൽ 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമുണ്ട്. ഷാഫി പറമ്പിലിന് 2 അപരന്മാരും KK ശൈലജയെ കൂടാതെ മറ്റ് 3 ശൈലജമാരും സ്ഥാനാർത്ഥി പട്ടികയിൽ വടകരയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ശക്തമായ ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 10 സ്ഥാനാർത്ഥികളുണ്ട്. തൃശൂരിൽ LDF സ്ഥാനാർത്ഥി സുനിൽകുമാറിന് ഒരു അപരനെത്തിയപ്പോൾ പ്രതാപൻ എന്ന പേരിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും പത്രിക നൽകിയിട്ടുണ്ട്.
വി അരുൺ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം അത് വളരെ വ്യക്തമാവുകയാണ്. സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. 194 സ്ഥാനാർത്ഥികൾ, ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ കോട്ടയമാണെന്ന് കരുതുന്നു. എന്താണ് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം? ഒപ്പം ഈ നോമിനേഷൻ പിൻവലിക്കാനുള്ള സമയം പൂർത്തിയായപ്പോൾ ആ തെരഞ്ഞെടുപ്പ് ചിത്രത്തിന്റെ വിശദാംശങ്ങൾ അതെങ്ങനെയാണ്? സൈറ്റ് ഇന്ന് വൈകിട്ട് 3 മണി വരെയായിരുന്നു നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം. അത് 204 സ്ഥാനാർത്ഥികളായിരുന്നു സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുമ്പോൾ 20 മണ്ഡലങ്ങളായി ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 194 ചുരുങ്ങി. 10 സ്ഥാനാർത്ഥികൾ കൂടി പത്രിക പിൻവലിച്ചു. അതായത് മുന്നണി സ്ഥാനാർത്ഥികൾ, അവരുടെ ഏജന്റുമാർ, രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളൊക്കെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും 10 പേരെ മാത്രമേ പിൻവലിപ്പിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് ആണ് ശ്രദ്ധിക്കേണ്ടത്. 194 സ്ഥാനാർത്ഥികൾ, മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പുറമെ ഏകദേശം 80ഓളം 130ഓളം സ്ഥാനാർത്ഥികൾ വീണ്ടും ഉണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ണൂരിൽ 12, കാസർഗോഡ് 9 സ്ഥാനാർത്ഥികളുണ്ട്, കണ്ണൂരിൽ 12 ഉണ്ട്, വടകരയിൽ 10, വയനാട്ടിൽ 9, കോഴിക്കോട് 13, മലപ്പുറത്ത് 8, പൊന്നാനിയിൽ 8, പാലക്കാട് 10, ആലത്തൂരിലാണ് ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികളുള്ളത് ലോക്സഭാ മണ്ഡലം. 5 പേർ മാത്രമാണ് അവിടെ ഉള്ളത്. തൃശൂരിൽ 9 പേരുണ്ട്, ചാലക്കുടിയിൽ 11 പേരും, എറണാകുളത്ത് 10 പേരുമുണ്ട്. ഇടുക്കിയിൽ 7 സ്ഥാനാർത്ഥികളാണുള്ളത്. കോട്ടയത്ത് 14, ആലപ്പുഴ 11, മാവേലിക്കര 9, പത്തനംതിട്ട 8, കൊല്ലം 12, ആറ്റിങ്ങൽ 7, തിരുവനന്തപുരം 12. തിരുവനന്തപുരത്ത് ഒരു വിമത സ്ഥാനാർത്ഥി കൂടി UDF-ന് ഭീഷണിയായുണ്ട്. അത് യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട ഇതിന്റെ അവസാന ദിവസം യൂത്ത് കോൺഗ്രസ് രാജിവെച്ച ഷൈൻലാലാണ് അവിടെ ശശി തരൂറിന് ഭീഷണി. എത്രത്തോളം ഭീഷണി ഉയർത്തും ഷൈൻലാലിനെ കണ്ടറിയണമെങ്കിൽ പോലും ഒരു കോൺഗ്രസിൽ നിന്നുള്ള കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കോൺഗ്രസ് പ്രവർത്തക ഒരാൾ അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നു. അത് ഒരു തരത്തിൽ പ്രത്യേക തിരുവനന്തപുരത്ത് ഓരോ ദിവസവും മത്സരം ശക്തമാകുമ്പോൾ, മത്സരം കടുക്കുമ്പോൾ തരൂറിന് ഒരു പരിധിവരെ അതൊരു ഭീഷണിയായി മാറുമെന്ന് തന്നെയാണ് ആശങ്ക ഉയരുന്നത്. കോൺഗ്രസ് ക്യാമ്പിൽ നിന്നുള്ള ആശങ്ക ആ രീതിയിലാണ്. അപരന്മാർ, വിമതന്മാർ സജീവമായി തന്നെ രംഗത്തുണ്ട്. മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വെല്ലുവിളിയായി പല പേരുകളും സൈത്ത് പറഞ്ഞു കഴിഞ്ഞു. MK രാഘവന്റെ 3 അപരന്മാരും അബ്ദുൽ കരീം എന്ന എളമരം കരീമിന്റെ അപരനുമൊക്കെ അവിടെ ഭീഷണി ഉയർത്തുന്നു. വിമതന്മാരും ശൈലജയുടെയും ഷാഫിപ്പറമ്പിലെ വിമതന്മാർ ഇവിടെ വടകരയിൽ ഭീഷണിയായുണ്ട്. തിരുവനന്തപുരത്ത് കൂടുതൽ സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ വൈകാതെ പുറത്തുവരും. ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഷൈൻലാലാണ് വിമത സ്ഥാനാർത്ഥിയായി ഉള്ളത്. അതിനപ്പുറത്തേക്ക് വിമത ശല്യം മറ്റു മുന്നണികൾക്കില്ല. ഏതായാലും ഇനി എല്ലാം വോട്ടർമാരുടെ കയ്യിലാണ്. പിൻവലിപ്പിക്കാനുള്ള എല്ലാ അടവുകളും മുന്നണി സ്ഥാനത്തിൽ പയറ്റിയിട്ടും അപരന്മാരും വിമതന്മാരും ഒരുപക്ഷെ എതിർ സ്ഥാനാർത്ഥികളും എതിർ മുന്നണികളും ഒക്കെ നിർത്തിയവരാണ്. അതുകൊണ്ട് തന്നെ പിൻവലിക്കൽ അത്ര എളുപ്പമല്ലെങ്കിൽ പോലും അവസാന വട്ടം വരെ ഭീഷണി ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥികൾ, മുന്നണി പ്രവർത്തകരുമൊക്കെ അതിനുള്ള ശ്രമം നടത്തി. അത് വിജയിച്ചില്ല. 194 സ്ഥാനാർത്ഥികൾ ഇനിയും മത്സരരംഗത്തുണ്ട്. അരുണ്, ഇനി പോളിംഗ് ബൂത്തിലെത്താൻ അവശേഷിക്കുന്നത് 18 ദിവസങ്ങൾ മാത്രമാണ്. ഈ 18 ദിവസങ്ങളിൽ ഏറ്റവും വേഗത്തിൽ വോട്ടർമാരിലേക്ക് പരമാവധി എത്താനുള്ള ശ്രമങ്ങൾ തീർച്ചയായും സ്ഥാനാർത്ഥികളിൽ നിന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ ആ പ്രചരണ രംഗത്തെ ഇനിയൊരു നീക്കം എന്താണ്? ഈ വാഹന പര്യടനമൊക്കെ പല സ്ഥാനാർത്ഥികളും ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ അതെങ്ങനെയായിരിക്കും പ്രചരണ രംഗം? വാഹന പര്യടനം തിരുവനന്തപുരത്ത് എടുത്താൽ പന്നിൻ രവീന്ദ്രന്റെ വാഹന പര്യടനം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ശശി തരൂർ 3 ദിവസമായി വാഹന പര്യടനത്തിലാണ്. രാജീവ് ചന്ദ്രശേഖരൻ എന്നൊരു ട്രയൽ നിരത്തിയിരുന്ന വൈകുന്നേരം തിരുമലയിൽ തുടങ്ങുന്നു. നാളെ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ വാഹന പര്യടന യാത്ര ആരംഭിക്കുകയാണ്. മറ്റു മണ്ഡലങ്ങളിലും അതുതന്നെയാണ് അവസ്ഥ. മുന്നണി സ്ഥാനാർത്ഥികൾ വാഹന പര്യടനത്തിലാണ് ഇപ്പോൾ ശ്രദ്ധയൂന്നുന്നത്. വിവിധ വ്യക്തികളെ വീടുകളൊക്കെ നേരിട്ട് കണ്ട് സന്ദർശിച്ച് ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയിരുന്നു. പ്രധാനപ്പെട്ട വ്യക്തികൾ, സാമുദായിക സംഘടനാ നേതാക്കൾ, സ്ഥാപനങ്ങളൊക്കെ ആയിരുന്നു ആദ്യഘട്ടത്തിൽ. പിന്നീട് ഇപ്പോൾ വാഹന പര്യടനത്തിലേക്ക് കടക്കുന്നു. ഇനിയും 18 ദിവസമുണ്ട്. ആ ദിവസങ്ങളിൽ ഈ വാഹന പര്യടനം പൂർത്തിയാക്കിയാൽ വീണ്ടും ഈ പ്രധാനപ്പെട്ട ആളുകളിലേക്ക്, പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക്, എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഓരോ മേഖലയെ തിരിച്ചാണ് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പര്യടനം. യുവാക്കളെ പ്രത്യേകം കാണുന്നു, ടെക്നോ പാർക്കുമായി ടെക്കി സമൂഹത്തെ പ്രത്യേകം കാണുന്നു, വ്യവസായ സമൂഹത്തെ പ്രത്യേകം കാണുന്നു, അതുപോലെ തന്നെ വിവിധ മതസാമുദായിക നേതാക്കളെ കാണുന്നു. തീരമേഖലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക പര്യടനം, മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച് ചേംബർ ഓഫ് കോമേഴ്സുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ചർച്ചകൾ, വിദ്യാർത്ഥി വിഭാഗവുമായി ക്യാമ്പസുകളിലെല്ലാം സ്ഥാനാർത്ഥികൾ കയറിയിറങ്ങി കഴിഞ്ഞു. അതല്ലാതെ വിദ്യാർത്ഥികളുടെ പ്രത്യേക യോഗം, യുവാക്കളുടെ യോഗം, അങ്ങനെ ഓരോ മേഖലയും എടുത്ത് ഓരോ ജനവിഭാഗത്തെയും കൃത്യമായി തരംതിരിച്ച് കഴിഞ്ഞ തവണ വോട്ട് കുറഞ്ഞ മേഖലകൾ പ്രത്യേകം കണ്ടെത്തി ഇനിയും വോട്ട് ലഭിക്കാനുള്ള സാധ്യതകൾ, പുതിയ വോട്ടർമാർ, അങ്ങനെ
ഓരോ മേഖലയും അരിച്ചു പറക്കി എന്നൊക്കെ പറയുമ്പോൾ ആ രീതിയിൽ തന്നെയാണ് കൃത്യമായ സ്ഥാനാർത്ഥികൾ പ്രചരണം നടത്തുന്നത്. വാഹന പര്യടനം പൂർത്തിയാൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. ഇതിനിടെ ദേശീയ നേതാക്കൾ ഇനിയും വരാനുണ്ട്. 3 പാർട്ടികളുടെയും ദേശീയ നേതാക്കൾ എല്ലാ മണ്ഡലങ്ങളിലും പരമാവധി മണ്ഡലങ്ങളിൽ അത്തരത്തിൽ ദേശീയ നേതാക്കളെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. വീടുകൾ കയറിയുള്ള മുതിർന്ന നേതാക്കളുടെ പ്രചരണമുണ്ട്. സാധാരണ ഈ പ്രകടന പത്രിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോട്ടീസൊക്കെ നൽകിയുള്ള പ്രചരണത്തിന് അപ്പുറത്തേക്ക് അത്തരം ക്യാമ്പയിനുകൾ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ക്യാമ്പയിനുകൾ ഒരു പടി കൂടി ശക്തമാകും വരും ദിവസം. അങ്ങനെ എല്ലാ തരത്തിലും തെരഞ്ഞെടുപ്പ് അതിന്റെ തെരഞ്ഞെടുപ്പ് ചൂടിന്റെ ഉച്ചസ്ഥായിലേക്ക് മാറുന്നു. കടുത്ത ചൂട് ഉണ്ട്. ആ ചൂടിനെ മറികടക്കുന്ന തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് സംസ്ഥാനം ഓരോ ദിവസവും പോകുന്നു. ഓരോ പ്രചരണ വിഷയങ്ങൾ വരുന്നു. എതിരാളികൾ ആക്രമിക്കാൻ ഓരോ ദിവസവും പുതിയ വിഷയങ്ങൾ ഉണ്ടാകുന്നു, വീണ് കിട്ടുന്നു, സൃഷ്ടിക്കപ്പെടുന്നു. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അതിന്റെ എല്ലാ ശക്തിയോടും കൂടി മുന്നോട്ട് പോവുകയാണ് സർ. യെസ്, അരുൺ സൂചിപ്പിച്ചതുപോലെ 194 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്ത് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടാൻ ഒരുങ്ങുന്നത്. നമ്മൾ വീണ്ടും കോട്ടയത്തേക്ക് പോവുകയാണ്. കോട്ടയത്ത് ഈ വോട്ടെടുപ്പ് അടുക്കും തോറും കൂടുതൽ ശ്രദ്ധേയമായ മത്സര ചിത്രം തെളിയുന്ന ഒരിടമാണ്. ഫ്രാൻസിസ് ജോർജ് UDF സ്ഥാനാർത്ഥി, അദ്ദേഹം ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ് മത്സരിക്കുക. അദ്ദേഹത്തിൻ്റെ ചിഹ്നം അനുവദിച്ചു കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ബാലറ്റ് പേപ്പറിൽ അദ്ദേഹത്തിൻ്റെ പേര് 6ാമതായിട്ടാണ് വരുന്നത്. അത് നേരിയ ആശങ്കയെങ്കിലും UDF ക്യാമ്പിന് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് അവിടെ UDFിൻ്റെ ജില്ലാ ചെയർമാനായിരുന്ന സജി മഞ്ഞക്കടമ്പിൻ്റെ രാജിയും മറ്റ് വിവാദങ്ങളും ഉയരുന്നത്. നാളെ KM മാണിയുടെ സ്മൃതി സംഗമവും കോട്ടയത്ത് നടക്കുകയാണ്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ചില സുപ്രധാന രാഷ്ട്രീയ നീക്കങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നുണ്ട്. ശ്രീജിത്ത് കോട്ടയത്ത് നിന്നും ചേരുന്നു. ശ്രീജിത്ത്, ഒടുവിൽ ഓട്ടോറിക്ഷ, അവർ ആഗ്രഹിച്ച ചിഹ്നം ഓട്ടോറിക്ഷ തന്നെ UDFിന് കോട്ടയത്ത് അനുവദിക്കപ്പെട്ട് കിട്ടി. പക്ഷേ ബാലറ്റ് പേപ്പറിൽ പേര് താഴെ വരുന്നത് അതെങ്ങനെയാണ് UDFിൽ ഉണ്ടാക്കുന്ന ആശങ്ക? ഒപ്പം ഈ സജി മഞ്ഞക്കടമ്പിൻ്റെ നീക്കവും KM മാണി സ്മൃതി സംഘവും അത് കോട്ടയം രാഷ്ട്രീയത്തിൽ എങ്ങനെ പ്രതിഫലിക്കും? ശ്രീജിത്ത്. സജിത്ത്, UDFിനെ സംബന്ധിച്ച് എന്ത് ചിഹ്നം എന്നുള്ള വലിയ ആശങ്കയുണ്ടായിരുന്നു. അവർ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു. അതിനിടെ സമാജ്വാദി ജനപരിഷത്ത് എന്ന രജിസ്റ്റേർഡ് പാർട്ടി, അത് നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള പാർട്ടി കൂടിയാണ്, അവരുടെ സ്ഥാനാർത്ഥിയും ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു. പക്ഷേ ഇവർ ചർച്ച നടത്തി അവരെ പിൻവലിപ്പിക്കുകയായിരുന്നു, ആവശ്യത്തിൽ നിന്ന് പിൻവലിപ്പിക്കുകയായിരുന്നു. അങ്ങനെ അവർ കൈവണ്ടി സ്വീകരിക്കുകയും ഫ്രാൻസിസ് ജോർജിന് ഓട്ടോറിക്ഷ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഓട്ടോറിക്ഷ കഴിഞ്ഞ തവണ പിറവം മണ്ഡലത്തിൽ അനൂപ് ജേക്കബിന്റെ ചിഹ്നം കൂടിയായിരുന്നു. അതല്ലാതെ അത് അവിടെ UDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു പരിചിതമായ ചിഹ്നമാണ്. അതിനപ്പുറത്തേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ചിഹ്നം പരമാവധി പരിചയപ്പെടുത്താനുള്ള ശ്രമമാണ്. പക്ഷേ ഫ്രാൻസിസ് ജോർജിന്റെ പേര് വളരെ താഴേക്ക് പോകുന്നു, 6ാം സ്ഥാനത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. 1ാം സ്ഥാനം തോമസ് ചാഴിക്കാടനും 2ാം സ്ഥാനം BSP സ്ഥാനാർത്ഥി വിജു ചെറിയാനും, 3ാമത് SUCAയുടെ സ്ഥാനാർത്ഥിയൊക്കെയാണ് വരുന്നത്, 4ാമത് BDJ സ്ഥാനാർത്ഥി വരുന്നു, 5ാമത് നേരത്തെ പറഞ്ഞ സമാജ്വാദി ജനപരിഷത്ത് സ്ഥാനാർത്ഥി വരുന്നു. അതിന് താഴെയാണ്. അപ്പോൾ ഇത്തരം വെല്ലുവിളികളെല്ലാം ഉണ്ട്. അതായത് ബാലറ്റ് പേപ്പർ പരിചയപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രചരണം UDFിന് നടത്തേണ്ടി വരും. അങ്ങനെയുള്ള വെല്ലുവിളികളെല്ലാം നിൽക്കുകയാണ്. അതിനിടെയാണ് സജി മഞ്ഞക്കടമ്പിൽ പോലുള്ളവർ ഈ രാഷ്ട്രീയം വിട്ടുകൊണ്ട്, അതായത് UDFിന്റെ ജില്ലാ ചെയർമാൻ സ്ഥാനമൊക്കെ വിട്ടുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ. അത് വരും ദിവസങ്ങളിലും ഉണ്ടാകും. 10 ദിവസത്തിനുള്ളിൽ താൻ ആർക്ക് വോട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വീണ്ടും അത് ചർച്ചകളിൽ ഇടം പിടിക്കും. അപ്പോൾ UDFിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും സജി മഞ്ഞക്കടമ്പിലിനെ നേരിടേണ്ടി വരും. മറ്റൊരു പാർട്ടിയിലേക്ക് തൽക്കാലം പോകില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും മറ്റൊരു പാർട്ടിയിൽ പോയി കഴിഞ്ഞാൽ ഉള്ളതിനേക്കാളിൽ ബുദ്ധിമുട്ടാണ് ഇപ്പുറത്ത് നിന്നുള്ള സജി മഞ്ഞക്കടമ്പലിന്റെ ഇത്തരം പ്രതികരണങ്ങളൊക്കെ. അത് രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്നുണ്ട്. എന്തായാലും നാളെ KM മാണി സ്മൃതി സംഗമം എന്ന് പറയുമ്പോൾ, അത് KM മാണി എന്ന് പറയുമ്പോൾ കേരള കോൺഗ്രസ്സുകാരെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായി അംഗീകരിക്കും. നാളെ പാലായിലെ കല്ലറയിലേക്കൊക്കെ സ്ഥാനാർത്ഥികളുടെ ഒഴുക്ക് തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് KM മാണിയുമായി ബന്ധപ്പെട്ട കേരള കോൺഗ്രസ് M രാവിലെ കുർബാന തുടങ്ങി ഉള്ള ചടങ്ങുകൾ അവിടെയുണ്ട്. അതിനുശേഷം കോട്ടയത്ത് തിരുനക്കര മൈതാനത്തിലാണ് ഈ സ്മൃതി സംഗമം ഉള്ളത്. തീർച്ചയായും രാഷ്ട്രീയമായി KM മാണിയുടെ ഓർമ്മ അത് ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുക എന്നതുകൂടിയാണ്. പാലയിലെ പ്രചരണ രംഗത്തൊക്കെയും തോമസ് ചാഴിക്കാടൻ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചതും ഏറ്റവും അവസാനം KM മാണി സാർ എടുത്ത തീരുമാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്റെ പേര് നിർദ്ദേശിച്ചു, അതിന് ഒപ്പിട്ടു എന്നൊക്കെയുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും അത് കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രധാന പ്രചരണായുധങ്ങളിൽ ഒന്നായിരുന്നു. അങ്ങനെ KM മാണിയുടെ സ്മരണ നിലനിർത്തുക, അത്തരത്തിൽ രാഷ്ട്രീയമായ നീക്കങ്ങൾ നടത്തുക എന്നുള്ളതാണ്. എന്തായാലും KM മാണി സ്മൃതി സംഗമ വേദിയിലേക്ക് സജി മഞ്ഞക്കടമ്പിൽ എത്തുമോ എന്നുള്ള കൗതുകവും എന്തായാലും ബാക്കിയാണ്. എന്തായാലും രാഷ്ട്രീയം കൂടുതൽ കോട്ടയത്ത് ചൂടുപിടിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. UDFും LDFും BDJസും ഒക്കെ തമ്മിലുള്ള പോരാട്ടം കൂടുതൽ കടുക്കുകയാണ്. സജിത്ത്.
ശ്രീജിത്ത് സൂചിപ്പിക്കുന്നത് പോലെയാണ് രാഷ്ട്രീയ സാഹചര്യം. എന്തായാലും കോട്ടയത്തെ രാഷ്ട്രീയ ചിത്രത്തിൽ ഏറെ കൗതുകങ്ങളുണ്ട്. ഒപ്പം കെ മാണി അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും മാണി തന്നെയാണ് കോട്ടയത്തെ രാഷ്ട്രീയത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത് എന്നതാണ് വാർത്ത. എന്തായാലും കോട്ടയത്ത് നിന്നും ചില സുപ്രധാന വിവരങ്ങൾ നമുക്ക് നാളെ പ്രതീക്ഷിക്കാനാവുന്നുണ്ട്. ഇന്ന് ന്യൂസ് 18 പുറത്തുവിട്ട ഒരു പ്രധാനപ്പെട്ട പ്രതികരണമായിരുന്നു കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ്റേത്. പ്രേമചന്ദ്രൻ SDPI വിഷയത്തിലാണ് നിലപാടെടുക്കുന്നത്. SDPIയുടെ വോട്ട് തള്ളാതെ വീണ്ടും കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ രംഗത്തെത്തി. ആരുടെ വോട്ടും താൻ വേണ്ടെന്ന് പറയില്ല. CPM ന്യൂനപക്ഷ പ്രീണനത്തിന് ശ്രമിക്കുകയാണെന്നാണ് പ്രേമചന്ദ്രൻ എടുക്കുന്ന നിലപാട്. എന്നാൽ പ്രേമചന്ദ്രൻ ഈ വിഷയത്തിൽ ഇത്തരമൊരു നിലപാടെടുത്തതിൽ കോൺഗ്രസിന് കടുത്ത അതൃപ്തിയുണ്ട്. മുന്നണി നേതൃത്വത്തിൻ്റെ നിലപാട് തള്ളി ആർക്കും പ്രസ്താവന നടത്താനാവില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പൊതുനിലപാട്. നമുക്കാദ്യം പ്രേമചന്ദ്രൻ്റെ വാക്കുകൾ കേൾക്കാം. ഹാട്രിക് തേക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് NK പ്രേമചന്ദ്രൻ ഇത്തവണ മത്സരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ശ്രീ NK പ്രേമചന്ദ്രൻ ചേരുകയാണ്. എന്താണ് ഇപ്പോഴത്തെ പ്രതീക്ഷ? നല്ല ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കും UDFന് പൊതുവെയും ഉള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഒരു ആരാധനയോ അടുപ്പമോ ഒക്കെ സൂക്ഷിക്കുന്നുണ്ടോ NK പ്രേമചന്ദ്രൻ? ഒരാരാധനയുമില്ല. പ്രധാനമന്ത്രി പാർലമെന്റ് അംഗം എന്ന ബന്ധത്തിനപ്പുറത്തേക്ക് ഒരു ആരാധനയും എന്നെ സംബന്ധിച്ചില്ല. അതിനിശ്ചിതമായിട്ടുള്ള വിമർശനവും എതിർപ്പും വിയോജിപ്പുമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയോട് പൊതുവേ ഉള്ളത്. രാഷ്ട്രീയവും നയപരവുമായിട്ടുള്ള എതിർപ്പുണ്ട്. പ്രധാനമന്ത്രി പാർലമെന്റ് അംഗം എന്നുള്ള ബന്ധമുണ്ട്. അത് കണ്ടാൽ കടിച്ചു കീറണം, അല്ലെങ്കിൽ കണ്ടാൽ അന്യോന്യം ശത്രുതാ മനോഭാവത്തോടുകൂടി കാണണമെന്നുള്ളതല്ലല്ലോ അതിൻ്റെ അർത്ഥം. SDPIയുടെ വോട്ടിന്റെ കാര്യം വന്നപ്പോൾ NK പ്രേമചന്ദ്രൻ UDF നിലപാടെടുത്തിട്ടും കൃത്യമായൊരു നിലപാട് പറഞ്ഞില്ല. ആലോചിക്കട്ടെ, പിന്നീട് പറയാമെന്ന് പറഞ്ഞു. എന്തായിരുന്നു ആ കൺഫ്യൂഷൻ? അവർക്ക് നരേന്ദ്രമോദി ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഒരു മതേതര ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമുള്ള വോട്ടർമാർ എനിക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയണോ? വേണ്ട, നിങ്ങൾ മതേതര മുന്നണിക്ക് വോട്ട് ചെയ്യണ്ട, നിങ്ങൾ വേറെ ഏതെങ്കിലും ശക്തിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാൻ കഴിയില്ല. അല്ല, മതേതരത്വം എന്ന് പറയുമ്പോൾ തന്നെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണെന്ന ഒരു നിലപാട് വളരെ വ്യക്തമായി തന്നെ UDFന്റെ സംസ്ഥാന ചെയർമാൻ VD സതീശൻ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞത്, അതിനോട് അനുബന്ധമായി പറഞ്ഞത്, അവർ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ വോട്ട് നിങ്ങൾ ചെയ്താൽ ഞങ്ങൾ ബാലറ്റ് പേപ്പർ വാങ്ങി വലിച്ചു കീറി കളയുമെന്ന് പറയാൻ ആ രാഷ്ട്രീയ മൗഢ്യമൊന്നുമില്ല. അല്ല, അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ പോലും SDPI വോട്ട് വേണ്ട, ജയിക്കാൻ എന്ന് പറയാനുള്ള ആത്മവിശ്വാസം NK പ്രേമചന്ദ്രനില്ലേ? ഇത് ജയത്തിന്റെ മതേതര വോട്ടുകൾ ഏത് ഭാഗത്തു നിന്ന് വന്നാലും ഞങ്ങൾ സ്വീകരിക്കും. ഇന്ത്യ മുന്നണിയുടെ സാധ്യതകളെ എങ്ങനെ കാണുന്നു? നല്ല സാധ്യതയാണ് ഇന്ത്യ മുന്നണിക്ക് ഇന്ന് ഇന്ത്യൻ പൊളിറ്റിക്സിലുള്ളത്. കാരണം അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയെ വല്ലാതെ BJP ഭയക്കുന്നു എന്നുള്ളത് കൊണ്ടല്ലേ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപിച്ചതിന് ശേഷം ആം ആദ്മി പാർട്ടിയുടെ അല്ലെങ്കിൽ ഡൽഹി സംസ്ഥാന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിലടച്ചത്. സംസ്ഥാനത്ത് രാഹുൽ വേവ് ഉണ്ടാവുമോ ഇത്തവണ? ഒരു സംശയവും വേണ്ട. രാഹുൽ ഗാന്ധി ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ സിംബലാണ്. സത്യത്തിൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഉദാത്തമായ പ്രതീകമാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് തന്നെ മതേതര ബോധമുള്ള CPMകാരടക്കം മതന്യൂനപക്ഷ വിഭാഗമടക്കം മുഴുവൻ ആൾക്കാരും രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ റാലി ചെയ്യും. മതേതര ജനാധിപത്യ മുന്നേറ്റം കേരളത്തിലുണ്ടാകും. 20 സീറ്റിലും കേരളത്തിൽ UDF ജയിക്കും. പൊളിറ്റിക്കൽ ഫൈറ്റാണ് കൊല്ലം ജില്ലയിൽ നടക്കുന്നത്. അതിൽ എന്തായാലും വിജയമുണ്ടാകുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് NK പ്രേമചന്ദ്രൻ. പ്രേമചന്ദ്രൻ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ടെങ്കിലും ഈ വിശദീകരണത്തിൽ UDFന് തൃപ്തിയില്ല. കാരണം ഈ പ്രസ്താവന അനവസരത്തിലായി പോയി എന്നതാണ് UDFന്റെ പൊതുനിലപാട്. പ്രേമചന്ദ്രന് പ്രത്യേക പ്രിവിലേജ് ഇല്ലെന്നും മുന്നണിയുടെ പൊതു തീരുമാനമാണ് എല്ലാവർക്കും ബാധകമാകുമെന്നുമാണ് VD സതീശന്റെ പ്രതികരണം. കേൾക്കാം. അതെല്ലാം UDFന്റെ തീരുമാനമാണ്. UDFന്റെ 20 സ്ഥാനാർത്ഥികൾക്കും ബാധ്യതയാണ്. പ്രേമേന്ദ്രൻ എന്താ വേറെ വല്ലവരല്ലേ, ഇതിൻ്റെ അകത്ത് പെടുന്ന ആളല്ലേ? ആ 20 സ്ഥാനാർത്ഥികളാണ്. വേറെ പ്രത്യേക പ്രിവിലേജ് ഒന്നും പ്രേമേന്ദ്രനില്ല. പ്രേമേന്ദ്രൻ അടക്കമുള്ള മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും ബാധകമായിട്ടുള്ള കാര്യം. അതൊക്കെ സ്ഥാനാർത്ഥികൾക്ക് എല്ലാവരുടെ വോട്ട് കിട്ടണമെന്ന് പറയും. എല്ലാവരും വോട്ട് ചെയ്യും. ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടല്ലേ വോട്ട്, അത് അവർ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ഞങ്ങൾ ചെയ്തത് എന്താ? ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കും. അതാണ്, അത് ക്ലിയറാണ്. ദാറ്റ് ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്. കൊല്ലത്തെ കോൺഗ്രസ് നേതൃത്വവും പ്രേമചന്ദ്രന്റെ നിലപാട് തള്ളി രംഗത്ത് വന്നു. UDFന്റെ നിലപാടുണ്ട്. UDFന്റെ ചെയർമാൻ, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തി വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. SDPI എന്ന് പറയുന്ന സംഘടനാപരമായ ഒരു അലയൻസ് ഞങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷേ വ്യക്തികൾ വോട്ട് ചെയ്താൽ നിഷേധിക്കാൻ കഴിയുമോ? ആരാർക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒരാളിൻ്റെ വോട്ട് നിഷേധിക്കില്ല.
ഒരാൾ വോട്ട് ചെയ്യണ്ടെന്ന് പറയില്ല. പക്ഷേ SDPI എന്ന് പറയുന്ന സംഘടനയുമായി UDF ചങ്ങാത്തമില്ല എന്ന നിലപാട് തന്നെയാണ് UDF-നുള്ളത്, പ്രേമചന്ദ്രനുള്ളത്. SDPI വിഷയത്തിലുള്ള NK പ്രേമചന്ദ്രന്റെ നിലപാട് രാഷ്ട്രീയ ആയുധമാക്കുകയാണ് CPM. കടുത്ത നിലപാടുമായിട്ടാണ് CPM നേതാക്കൾ രംഗത്ത് വന്നത്. കേൾക്കാം. ഒരു നിലപാടുകളില്ലായ്മ എന്നുവെച്ചാൽ രാഷ്ട്രീയക്കാരന് കടുത്ത നിലപാടുണ്ട്, ഒരു പക്ഷപാതിത്വമുണ്ട്, തൊഴിലാളി വർഗത്തോട് ജനങ്ങളോടുള്ള പക്ഷപാതിത്വമുണ്ട്. അങ്ങനെ ഒരു പക്ഷപാതിത്വമില്ലാതെ അവസരവാദ നിലപാട് സ്വീകരിച്ചുകൊണ്ട് 3 വോട്ടിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിയില്ല എന്നതാണ് ഈ പ്രഖ്യാപനത്തിൻ്റെ അടിത്തറ. അതുകൊണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഒരു പ്രത്യയശാസ്ത്ര നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്നത് ശീലമല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ വർത്തമാനം പറയും, ആരുടെയും 3 വോട്ട് വാങ്ങും, അതിനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അല്ല, അതാണ് അവർ നിലപാടില്ലായ്മയാണത്. നമുക്കൊരു നിലപാട് വേണമല്ലോ, ആ നിലപാടില്ലായ്മയാണ്. ദീപസ്തംഭം മഹാചര്യം എനിക്കും കിട്ടണം പണം എന്നുള്ളത് മാറ്റി എന്ത് സംഭവിച്ചാലും ആരുടേതായാലും എനിക്ക് വോട്ട് വേണം. അദ്ദേഹത്തിന് വെറും വോട്ട് രാഷ്ട്രീയം മാത്രമാണ്. ജനങ്ങളുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് പ്രശ്നമല്ല. നാടിൻ്റെ വികസനം ജനങ്ങളുടെ പ്രശ്നം, ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പ്രശ്നമല്ല, നാടിൻ്റെ വികസനം പ്രശ്നമല്ല. ഇതിലൊന്നും ശ്രദ്ധിക്കാത്ത വെറും വോട്ട് രാഷ്ട്രീയം മാത്രം കൈമുതലായിട്ടുള്ള ഒരു ആളാണ് പ്രേമചന്ദ്രൻ. NK പ്രേമചന്ദ്രന്റെ SDPI വിഷയത്തിലുള്ള പ്രസ്താവന വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. നാളെയും അതിൻ്റെ പ്രതികരണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കൊല്ലത്ത് നിന്നും നമ്മൾ പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയിൽ ഇന്നുയർന്ന രാഷ്ട്രീയ വിവാദം ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടതാണ്. ശോഭാ സുരേന്ദ്രന് ആലപ്പുഴയിലെ ജില്ലാ നേതൃത്വത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പരാതിയുണ്ട്. അതിൽ അതൃപ്തി ശോഭാ സുരേന്ദ്രൻ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ശോഭാ സുരേന്ദ്രൻ നേതൃത്വത്തിന് രേഖാമൂലം തന്നെ പരാതി നൽകിയെന്നാണ് സൂചന. ഇതോടെ BJP സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി BL സന്തോഷിൻ്റെ നേതൃത്വത്തിൽ മണ്ഡലം പ്രസിഡന്റ്, മണ്ഡലം ഇൻചാർജുമാരുടെയും നിയോജക മണ്ഡലം ഇൻചാർജുമാരുടെയും യോഗം ചേർന്നു. അതേസമയം ജില്ലാ നേതൃത്വത്തിന് താൻ പരാതി നൽകിയെന്നും തനിക്ക് പരാതി ഉണ്ട് എന്ന കാര്യവും ശോഭാ സുരേന്ദ്രൻ നിഷേധിക്കുകയാണ്. BJPയുടെ ജില്ലാ അധ്യക്ഷൻ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തില് ചുമതലക്കാരനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ആലപ്പുഴയിലേക്ക് ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി വരുന്നത് ജില്ലാ അധ്യക്ഷൻ അറിഞ്ഞിട്ടോ ശോഭാ സുരേന്ദ്രൻ അറിഞ്ഞിട്ടോ അല്ല. ഗോപൻ മാവേലിക്കരയുടെ ചാർജ് ഏറ്റെടുത്തത് ഇന്നും ഇന്നലെയുമല്ല. എന്നെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്നതിന് മുൻപ് തന്നെ ഗോപന് ആ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിന്റെ ചുമതലയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വളരെ നല്ല രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു, NDAയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ഈ ചുമതല ജില്ലാ പ്രസിഡന്റ് തന്നെ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഗോപൻ തന്നെയാണ്. ഗോപൻ ആഗ്രഹിക്കുന്നത് പ്രസ്ഥാനത്തിനു വേണ്ടിയാണ്. ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയും ഗോപനും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇവിടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുമ്പോൾ അതിനാർക്കാണ് ഇത്ര ബുദ്ധിമുട്ടുള്ളത്? ആലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് BJPക്കുള്ളിൽ അതൃപ്തി പുകയുന്നു എന്ന സംഭവം തന്നെയാണ് നമ്മൾ രാവിലെ പുറത്തുവിട്ട വാർത്ത. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശോഭാ സുരേന്ദ്രൻ ജില്ലയിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതൃപ്തി ചൂണ്ടിക്കാട്ടി കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അമിത്ഷയ്ക്ക് നേരിട്ട് ശോഭാ സുരേന്ദ്രൻ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധി ശോഭാ സുരേന്ദ്രൻ നേരിടുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ആലപ്പുഴയിലെ പ്രചരണത്തിന് മുൻനിര നേതാക്കന്മാർ ആരും തന്നെ വലിയ തോതിൽ എത്തുന്നില്ല എന്നുള്ളതാണ്. ആകെ ഒരു തവണ മാത്രമാണ് K സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഇവിടെ പ്രചരണത്തിനായി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത്. മറിച്ച് ജില്ലാ നേതൃത്വത്തിലുള്ള മുൻനിര നേതാക്കൾ, ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഈ പ്രചരണത്തിനായി മുൻനിരയിൽ ഉണ്ടാവുന്നില്ല. സാധാരണ പ്രവർത്തകർ മാത്രമാണ് ശോഭാ സുരേന്ദ്രനൊപ്പം പ്രചരണത്തിനുള്ളത് എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ശോഭാ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ തനിക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതൃപ്തിയുണ്ട്, നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്നുള്ള പ്രവർത്തനത്തിൽ അതൃപ്തിയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയത്. പിന്നീട് 2 ദിവസം ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ വിട്ടു നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് ഗോപകുമാറിന്റെ ചുമതലയുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്ന ആരോപണമാണ്. അതായത് മാവേലിക്കര തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിന്റെ ചുമതല 3 മണ്ഡലങ്ങൾ മാത്രമുള്ള ആലപ്പുഴ ജില്ലയുടെ 3 മണ്ഡലങ്ങൾ മാത്രം ഭാഗമായിട്ടുള്ള മാവേലിക്കരയിൽ BDJ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അവിടെയായിരുന്നു ജില്ലാ പ്രസിഡന്റ്, BJP ജില്ലാ പ്രസിഡന്റ് ചുമതല എന്നുള്ളതാണ്. കൊല്ലം ജില്ലക്കാരനായ പന്തളം പ്രതാപനാണ്
എന്നുള്ളതാണ്. ആലപ്പുഴ ജില്ലയിൽ 6 മണ്ഡലങ്ങളിൽ ആലപ്പുഴ ജില്ലയിലെ 6 മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പാർലമെന്റ് മണ്ഡലത്തിൽ ചുമതലയായി വന്നത്. ഇത്രയും മണ്ഡലവുമായി അടുപ്പമുള്ള മണ്ഡലം അറിയാവുന്ന ജില്ലാ പ്രസിഡന്റ് മാവേലിക്കരയിലെ ചുമതലയിലേക്ക് മാറ്റിയത് തന്നെ വിവാദങ്ങൾക്ക് ആദ്യം തിരികൊളുത്തിയിരുന്നു. അതിനിപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ വിശദീകരണം ആദ്യഘട്ടം മുതൽ തന്നെ മാവേലിക്കരയിൽ ജില്ലാ പ്രസിഡന്റ് ചുമതല ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ശ്രദ്ധേയമായ ഒരു കാര്യം, നമ്മൾ ചോദിച്ചപ്പോൾ എത്ര ദിവസം മുമ്പാണ് ജില്ലാ പ്രസിഡന്റ് ചുമതലയിലേക്ക് ആലപ്പുഴയുടെ ചുമതലയിലേക്ക് വന്നെന്ന് ചോദിച്ചപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ മറുപടി 6 ദിവസം മുമ്പാണെന്നുള്ളതാണ്. അതാണ് ആലപ്പുഴയിൽ നിന്ന് വരുന്ന വാർത്ത. ശോഭാ സുരേന്ദ്രന്റെ പരാതിയുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ തനിക്ക് പരാതിയില്ല എന്നതാണ് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നത്. അത് തെറ്റായ വാർത്തയാണ് എന്നതാണ്. തനിക്ക് പരാതിയില്ലെന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു. ആലപ്പുഴ BJPയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നാളെയും നമുക്ക് തുടർ വാർത്തകൾ പ്രതീക്ഷിക്കാം. തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രധാനപ്പെട്ട ആരോപണം ആദായ നികുതി അടച്ചതിൻ്റെ രേഖകൾ സമർപ്പിച്ചതിനും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അദ്ദേഹത്തിൻ്റെ ആസ്തികൾ സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ കൈമാറിയില്ല എന്നതുമാണ്. ഇതിൽ അദ്ദേഹം വിശദീകരണം നൽകുന്നത് ഇങ്ങനെയാണ്: താൻ ആദായ നികുതി അടച്ചതിനോ തൻ്റെ സത്യവാങ്മൂലത്തിലോ ഒരു കള്ളവുമില്ലെന്നാണ് രാജീവ് ചന്ദ്രശേഖർ വിശദീകരിക്കുന്നത്. മന്ത്രിയുടെ ശമ്പളം മാത്രമാണ് താൻ എടുത്തത്. മന്ത്രിയുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച 680 രൂപയാണ് ടാക്സ് അടച്ചത്. തനിക്കെതിരെ കുപ്രചരണങ്ങൾ തോൽവി ഭയന്ന് എതിർഭാഗം നടത്തുന്നുവെന്നതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം. ടാക്സ് വിഷയത്തിനകത്ത് അഫിഡവിറ്റിനകത്ത് ക്ലിയർ അല്ല, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അങ്ങനെ അതെങ്ങനെ ഫേസ് ചെയ്യുന്നു? അങ്ങനത്തെ ഞാൻ അത് 4-ാം തീയതി 5-ാം തീയതി വന്നപ്പോൾ പറഞ്ഞതാണ്, എൻ്റെ ക്യാമ്പയിൻ എപ്പോഴും ഈ പുരോഗതിയും വികസനത്തിന്റെ ഒരു ക്യാമ്പയിൻ ആയിരിക്കും. എന്നിട്ട് ഞാൻ അന്ന് തന്നെ പ്രിഡിക്റ്റ് ചെയ്ത ഞാൻ കോൺഗ്രസിന് ഇപ്പം ഞാൻ അറിയാലോ 2014 ഇലക്ഷൻ കണ്ടിട്ടുണ്ട്, അതിന് മുമ്പ് 19 ഇവരൊരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസാണ്. അവരുടെ പെർഫോമൻസും അവരുടെ ട്രാക്ക് റെക്കോർഡും പറ്റി ആരൊന്നും പറയാൻ പാടില്ല. അവരിങ്ങനെ ന്യൂ ഇഷ്യൂസ് അങ്ങനെ ലോബി ചെയ്യും. ഞാൻ പറഞ്ഞ മതി മണിപ്പൂരിനെ പറ്റിയൊരു നോണ, അത് നടന്നില്ലെങ്കിൽ CA മുസ്ലിംസിന് അസൈലും അതിൽ ബാൻഡാണ്, നോണ, പച്ചക്കള്ളം. പിന്നെ ബീഫ് ബാനാവും, അതൊരു അങ്ങനെ ഒരു പ്രോബ്ലം. അങ്ങനെ എന്നെ ടാർഗറ്റ് ചെയ്യും. എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസ്, ഞാൻ അതിൽ പെടുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കോർട്ട് പോവോ, ഇലക്ഷൻ കമ്മീഷൻ പോവോ, പ്രൂവ് ചെയ്യൂ. ഞാൻ എന്തിനാ അതിന് ഡിബേറ്റിൽ പങ്കെടുക്കുന്നത്? നമുക്ക് വീണ്ടും തിരുവനന്തപുരം മണ്ഡലത്തിലെ തന്നെ മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ അത് UDF ക്യാമ്പിൽ നിന്നുള്ള വാർത്തയാണ്. കോവളത്ത് ശശി തരൂരിനെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. പ്രചാരണ ജാഥയ്ക്കിടെ തരൂർ വാഹനത്തിൽ നിന്ന് ഇറങ്ങാത്തതിനെ തുടർന്ന് പ്രവർത്തകർ കൂകി വിളിച്ചാണ് പ്രതിഷേധിച്ചത്. എന്നാൽ പ്രതിഷേധം തനിക്കെതിരെ ആയിരുന്നില്ലെന്ന വിശദീകരണവുമായിട്ടാണ് തരൂർ രംഗത്തു വന്നത്. ബഹളമുണ്ടാക്കിയവർ നേരിട്ട് കണ്ട് തന്നോട് ക്ഷമ ചോദിച്ചതായും തരൂർ വ്യക്തമാക്കി. കോവളം മണ്ഡലത്തിലെ വാഹന പര്യടനത്തിനിടെ ഇന്നലെ വൈകിട്ടാണ് ശശി തരൂർ MPക്ക് നേരെ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായത്. MPക്കെതിരെ കൂകി വിളിക്കുകയും മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിക്കുകയും ചെയ്തു 150ഓളം വരുന്ന പ്രവർത്തകർ. MP വാഹനത്തിൽ നിന്ന് ഇറങ്ങി അഭിവാദ്യം ചെയ്യാത്താണ് പ്രതിഷേധത്തിനിടയാക്കിയതെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വിശദീകരണം. കടുത്ത പ്രതിഷേധമാണ് സ്ഥലം MPക്കെതിരെ കോവളത്ത് ഉണ്ടായത്. എന്നാൽ അത് MPക്കെതിരെയുള്ള പ്രതിഷേധമല്ലെന്നും മറിച്ച് MP വാഹനത്തിൽ നിന്നിറങ്ങാത്തത് MLA വിൻസെന്റ് ഇടപെടൽ കാരണമെന്നുമുള്ള വാദവും ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. MPയെ വാഹനത്തിലിറങ്ങാൻ സമ്മതിക്കാത്തത് വിൻസെന്റും അദ്ദേഹത്തിന്റെ സഹോദരൻ ചേർന്നാണ്. അതിനെതിരെയാണ് പ്രതിഷേധമുണ്ടായത്. MPക്കെതിരെ അല്ല പ്രതിഷേധമെന്ന വാദമാണ് ഇത്. പക്ഷേ ഇടത് കേന്ദ്രങ്ങളും അതുപോലെ തന്നെ BJPയും ഒക്കെ ശശി തരൂർ MPക്കെതിരെ കോവളത്തുണ്ടായ പ്രതിഷേധം വലിയ വിഷയമായി ഉയർത്തി കാട്ടുന്നുണ്ട്. പ്രധാന കാരണം കോവളം മേഖലയിൽ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളാണ് ഇതിന് കാരണമെന്ന ആരോപണമാണ് ഉയർന്നത്. നിരവധി പ്രവർത്തകർ അവിടെ CPMലേക്കും BJPയിലുമൊക്കെ പോകുന്നത് സ്ഥലം MLAയുടെയും അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്നവരുടെയും പിടിപ്പുകേട് കൊണ്ടാണ്. അതുകൊണ്ടാണ് കൂടുതൽ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഏതായാലും ശശി തരൂർ ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. എങ്കിലും MPക്കെതിരെ സ്വന്തം പ്രവർത്തകരിൽ നിന്നുണ്ടായ പ്രതിഷേധം വലിയ രാഷ്ട്രീയ നാണക്കേടായി തലസ്ഥാനത്ത് പ്രത്യേകിച്ച് തിരുവനന്തപുരം മണ്ഡലത്തിൽ കോൺഗ്രസിന് മാറുകയാണ്. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp,
the intelligent choice. മടങ്ങി വരാം ഇടവേളയ്ക്ക് ശേഷം. മടങ്ങി വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-നെ പ്രതിസന്ധിയിലാക്കിയ ഒരു വിഷയമാണ് പാനൂരിലെ സ്ഫോടന വാർത്ത. പാനൂർ സ്ഫോടന കേസിലെ രാഷ്ട്രീയ പ്രതിസന്ധി മറികടക്കാൻ പ്രതിരോധം തീർത്താണ് LDF നേതൃത്വം രംഗത്ത് വരുന്നത്. പിടിയിലായ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളാണെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. സംഭവത്തെ തെറ്റായി ചിത്രീകരിച്ചതായും CPM ബോംബുണ്ടാക്കുന്നു എന്നത് കള്ളപ്രചരണ വേലയായും MV ഗോവിന്ദൻ പറഞ്ഞു. അപ്പോൾ CPIM ആക്രമണം നടത്താൻ വേണ്ടി ബോംബുണ്ടാക്കുകയാണ് എന്ന കള്ളപ്രചാര വേല, ഒരു കാര്യകാരണ നിയമവും അടിസ്ഥാനപ്പെടുത്താതെ ഈ കഴിഞ്ഞ കുറേ കൊല്ലത്തെ 3-4-6 കൊല്ലത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിലുള്ള ഈ രാജ്യത്തെ ജനങ്ങളോട് ഞങ്ങളുടെ സഖാക്കളെ പോലും വകവരുത്തിയിട്ട് അത്തരത്തിലുള്ളവരെ പോലും ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ കഴിവില്ലായിട്ടൊന്നുമല്ല, ബലവാനു മാത്രമേ ശരിയായ രീതിയിൽ ക്ഷമിക്കാനാവുള്ളൂ, ആത്മസംയമനം പാലിക്കാനാവുള്ളൂ. ദുർബലന് സാധിക്കില്ല. ഞങ്ങൾ ആശയപരമായി രാഷ്ട്രീയമായി വ്യക്തതയോടുകൂടിയാണ് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അവിടെ ഒരു ഏരിയ കമ്മിറ്റി മെമ്പർ സംസ്കാരത്തിന് മുമ്പ് പോയി, ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പർ പോയി. നിങ്ങൾ കാണുന്ന ഒരു പ്രദേശത്ത് സംഘർഷം ഒന്നുമില്ല, സാധാരണ പോലെ പോവുകയാണ്. അപ്പോഴാണ് ബോംബ് പൊട്ടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആളുകൾ മരിക്കുന്നത്. ആ മരിച്ച കുടുംബങ്ങൾ അവരെല്ലാം കാണാൻ വേണ്ടിയിട്ട് ആളുകളെല്ലാം പോയിട്ടുണ്ട്. MLA പോയിട്ടുണ്ട്, ജനപ്രതിനിധികൾ പോയിട്ടുണ്ട്, അവിടെയുള്ള പ്രാദേശിക തലത്തിലുള്ള ആളുകൾ പോയിട്ടുണ്ട്. ഞങ്ങൾ പാർട്ടിയെ തള്ളി പറഞ്ഞതുകൊണ്ട് പാർട്ടിക്കാരും പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അയൽപക്കത്തുള്ള ആളുകൾ പോയിട്ടുണ്ട്. അതെല്ലാം പർവ്വതീകരിച്ച് വാർത്തയാക്കുകയാണ്. മനുഷ്യത്വം എന്ന് പറയുന്നത് തൊട്ട് തീർപ്പിച്ചിട്ടില്ല. MV ഗോവിന്ദൻ മാത്രമല്ല, മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ CPM-ന് വേണ്ടി രംഗത്ത് എത്തുകയാണ്. മരിച്ചയാളുടെ വീട് CPM പ്രവർത്തകർ സന്ദർശിച്ചതിനെ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ്. മരണവീട്ടിൽ പോകുന്നത് നിഷിദ്ധമല്ലെന്നും ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നതിൽ തെറ്റില്ലെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. നമ്മുടെ നാട്ടിൽ ബോംബ് നിർമ്മിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിയമപരമായിട്ടുള്ള നടപടികൾ അതിനെതിരെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ശക്തമായിട്ട് തന്നെ നടപടികൾ എടുത്തു പോകും. അതിനകത്തൊന്നും രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ കാണേണ്ടതില്ല. തെറ്റാണ് ചെയ്തിട്ടുള്ളത്, ആ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടികളുണ്ടാവും. കുറ്റത്തോട് ഒരു തരത്തിലുള്ള മൃദു സമീപനവും ഇല്ല. പക്ഷേ മനുഷ്യരെപ്പോഴും മനുഷ്യത്വം പാലിച്ചു പോകാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കണ്ടാൽ മതി. ഈ വിവാദത്തിൽ CPI-യും CPM-ന് പിന്തുണ നൽകുന്നുണ്ട്. ബിനോയ് വിശ്വത്തിന്റെ വാക്കുകൾ. ബോംബ് ഒരു ഇടതുപക്ഷ വഴിയല്ല. അത് CPI-ക്കും ബോധ്യമാണ്, CPM-നും ബോധ്യമാണ്. CPM-ന്റെ നേതൃത്വം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്ഫോടനവുമായി ബന്ധമുള്ളവർക്ക് ആർക്കും CPM-ന്റെ പരിരക്ഷയില്ല എന്ന്. അങ്ങനെ ആക്കി മാറ്റാൻ വേണ്ടിയാണ് ഈ ബോംബിൻ്റെ കെയർ ഓഫ് ഇടതുപക്ഷം എഴുതാൻ ശ്രമിക്കുന്നത്. ആ കെയർ ഓഫ് ഞങ്ങൾക്ക് വേണ്ട. ബോംബ് കെയർ ഓഫ് ലെഫ്റ്റ് അല്ല, ഞങ്ങളുടെ വിലാസം അതല്ല. അതേസമയം സ്ഫോടനം CPM-നെതിരെ തെരഞ്ഞെടുപ്പ് ആയുധമാക്കുകയാണ് UDF. CPM-ന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും മുഖ്യമന്ത്രി ഇത്തരം വൃത്തികേടുകളെ പ്രോത്സാഹിപ്പിക്കുന്നതായും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഇത് UDF-കാരെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ ബോംബാണോ എന്ന് മാത്രമേ ഇനി ഈ കാര്യത്തിൽ അറിയാനുള്ളൂ. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിൽ ഇരുന്നു കൊണ്ട് ഇതുപോലത്തെ വൃത്തികേടുകളെ, തോന്നിയാസങ്ങളെ, അക്രമവാസനകളെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും അതിന് കൊടപിടിച്ചു കൊടുക്കുകയും അതിന് തണലുണ്ടാക്കി കൊടുക്കുകയാണ്. നാട്ടിലെ ക്രിമിനലുകളെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് മുഖ്യമന്ത്രി. വിഷയത്തിൽ രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചിട്ടുണ്ട്. പാനൂരിലെ ബോംബ് നിർമ്മാണത്തിൽ അന്വേഷണം അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നുവെന്നാണ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത്. കേസ് കേരള പോലീസ് അട്ടിമറിക്കും. CBI-യോ NIA-യോ കേസ് അന്വേഷിക്കണം. തെരഞ്ഞെടുപ്പ് സമയത്ത് കലാപം ഉണ്ടാക്കലായിരുന്നു ലക്ഷ്യമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുകയാണ്. വാസ്തവത്തിൽ ഈ കേസിലെ എല്ലാ പ്രതികളും CPM-കാരാണ്. ബോംബുണ്ടാക്കിയത് തെരഞ്ഞെടുപ്പ് സമയത്ത് കലാപം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പാനൂരിലെ ബോംബ് നിർമ്മാണത്തിനിടയിൽ ഒരാൾ മരിക്കുകയുണ്ടായി. ഇന്ന് ഈ പ്രതികളൊക്കെ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അവരൊക്കെ നിർദോഷികളാണെന്നാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്.
മുഖ്യമന്ത്രി അവരെ ന്യായീകരിക്കാൻ ശ്രമിക്കുക. ആ വീട് സന്ദർശിച്ച പാർട്ടി നേതാക്കന്മാർ സ്വാഭാവികമായ ഒരു മരണം നടന്നപ്പോൾ പോയതാണ് എന്നുള്ള മുഖ്യമന്ത്രിയുടെ വിശദീകരണവും പ്രതികൾ കുറ്റക്കാരല്ല എന്ന പാർട്ടി സെക്രട്ടറിയുടെ പ്രസ്താവനയും ചേർത്ത് വായിച്ചാൽ ഈ കേസ് കേരള പോലീസ് അട്ടിമറിക്കാൻ പോവുകയാണെന്ന് വ്യക്തമാകും. ഈ സംഭവത്തിൽ തന്നെ പുതിയ ചില വാർത്തകൾ കൂടി ഇന്ന് പുറത്തു വന്നിരുന്നു. ഇതിൽ ക്രിമിനൽ സംഘമാണ് ഇതിൽ പ്രവർത്തിച്ചതെന്നടക്കമുള്ള ചില വിവരങ്ങൾ കൂടിയാണ് പുറത്തു വന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-നെതിരെ ഉയരുന്ന പ്രധാനപ്പെട്ട ആക്ഷേപമായി, ആരോപണമായി ഇത് മാറുകയാണ്. ഇത് മലബാറിലെ മേഖലകളിലൊക്കെ ഏതു തരത്തിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതുമുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ ഇവിടെയും CPM നേതൃത്വമാണ് പ്രതിക്കൂട്ടിലാവുന്ന വിഷയമാണ്. EDയുടെ അന്വേഷണമാണ്. കരുവന്നൂർ ബാങ്കാണ് വിഷയം. അക്കൗണ്ട് വിവരങ്ങൾ മറച്ചുവെച്ചെന്ന ആരോപണത്തിന് പിന്നാലെ തൃശ്ശൂരിലെ പാർട്ടി സ്വത്തുക്കളും CPM വെളിപ്പെടുത്തുന്നില്ലെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആരോപണം. ജില്ലയിൽ പാർട്ടിക്ക് 101 വസ്തുക്കളുണ്ടെന്നാണ് EDയുടെ കണക്ക്. ഇതിൽ ഒന്നിൻ്റെ വിവരം മാത്രമാണ് CPM വെളിപ്പെടുത്തിയതെന്നാണ് ED വ്യക്തമാക്കുന്നത്. CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന നീക്കത്തിനാണ് ED തുടക്കമിടുന്നത്. കരുവന്നൂരിലെ കേന്ദ്ര ഏജൻസിയുടെ നീക്കത്തിൽ രാഷ്ട്രീയം ആരോപിച്ചുകൊണ്ടാണ് അതേസമയം CPM ഇതിൽ പ്രതിരോധം തീർക്കുന്നത്. എന്നാൽ ED നടപടി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്നതാണ് മുഖ്യമന്ത്രി ആരോപിച്ചത്. സുരേഷ് ഗോപിയെ അവിടെ ജയിപ്പിക്കണം എന്ന ധാരണയിൽ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിച്ച് കളിയാം. അപ്പോൾ മറ്റു പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കുക. ഈ വരുമാനം ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചാൽ ആ പണമൊന്നും എടുത്ത് ചെലവാക്കാൻ പറ്റൂലോ എന്നൊക്കെയുള്ള ധാരണകളായിരിക്കാം അവരെ ഇതിന് നയിച്ചിട്ടുണ്ടാകുക. PK ബിജുവിനെയും ജില്ലാ സെക്രട്ടറി MM വർഗീസിനെയും ചോദ്യം ചെയ്യാൻ ഇന്ന് വീണ്ടും വിളിച്ചു വരുത്തി. പാർട്ടിക്ക് രഹസ്യ അക്കൗണ്ടുകളില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് നിലപാട് ആവർത്തിച്ചു. അജണ്ടയാണല്ലോ, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. ED മാത്രമല്ല, ഇപ്പോൾ ആദായ നികുതി അവരും അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അക്കൗണ്ടുകളെല്ലാം ക്ലിയർ ആണ്. അതിന്റെ റിട്ടേൺസ്, വാർഷിക റിട്ടേൺസ് നമ്മൾ ആദായ നികുതി വകുപ്പിന് കൊടുത്തിട്ടുണ്ട്, അവരത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാം ക്ലിയർ ആണ്. എന്താ വെളിപ്പെടുത്താത്ത അക്കൗണ്ട്? നമുക്ക് അങ്ങനെ വെളിപ്പെടുത്താത്ത ഒരു അക്കൗണ്ടും പാർട്ടിക്ക് അറിയുന്ന എല്ലാ അക്കൗണ്ടുകളും നമ്മൾ അതിന്റെ മറ്റേ രേഖയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ അത് നമുക്കറിയില്ല. പാർട്ടിക്ക് അറിയില്ല. പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് അറിവുള്ള പിന്നെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പാർട്ടി അതാത് ഘടകങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടോന്ന് എനിക്കറിയില്ല, നമുക്കറിയില്ല. നമുക്കത് ഓൺ ചെയ്യാൻ കഴിയുന്ന ഒരു നിലയല്ല. കാരണം നമ്മൾ EDക്ക് അന്വേഷിച്ച് നമ്മുടെ കയ്യിലുള്ള അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. തുടർച്ചയായി വിളിച്ചു വരുത്തുന്നതിലൂടെ നിർണായക നീക്കത്തിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും തുടക്കമിട്ടിരിക്കുന്നത്. എന്തായാലും കൂടുതൽ നേതാക്കളെ ഇനിയും വിളിച്ചു വരുത്തുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇതിനിടയിൽ പ്രധാന നേതാക്കളെ ഇന്ന് രാവിലെയാണ് വിളിച്ചു വരുത്തിയത്. ഡാനി പോളിന്റെ റിപ്പോർട്ടുകൾ. കരുവന്നൂർ വിഷയം അത് വലിയ രീതിയിലേക്ക് CPM-നെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ കൃത്യമായി പറയാൻ കഴിയും. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊന്ന്, കൃത്യമായിട്ട് തന്നെ നേതാക്കൾ ഇപ്പോൾ ED ഓഫീസിലേക്ക് എത്തുന്നു എന്നതാണ്. നേരത്തെ തെരഞ്ഞെടുപ്പ് കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് MM വർഗീസ് അടക്കം 26 വരെ ഹാജരാകാൻ കഴിയില്ല എന്നവർ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ED അത് ഗവനിക്കാതെ വീണ്ടും നോട്ടീസ് അയച്ചിരുന്നു. പക്ഷേ ഈ നോട്ടീസിനോടെല്ലാം പിന്നീട് ഇങ്ങോട്ട് വളരെ കൃത്യമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. വളരെ കൃത്യമായി തന്നെ അവർ ഓഫീസിൽ ഹാജരാകുന്നു. ആവശ്യപ്പെട്ട രേഖകളെല്ലാം തങ്ങൾ നൽകിയിട്ടുണ്ടായെന്ന് പറയുന്നു. നേരത്തെ ഓഫീസിലേക്ക് ഹാജരാകാൻ വലിയ വിമുഖത പ്രകടിപ്പിച്ചിരുന്നവർ ആയിരുന്നു. പക്ഷേ ഇത് വളരെ കൃത്യമായ രീതിയിലേക്ക് തന്നെ പോകുന്നു എന്നതാണ്. അതിനർത്ഥം EDയുടെ അന്വേഷണങ്ങൾ കുറെ കൂടി മുന്നോട്ട് പോകുന്നു. അതിൽ കൃത്യമായ രീതിയിൽ മറുപടി പറയേണ്ടടുത്ത മറുപടിയും കൃത്യമായ ഉത്തരങ്ങൾ നൽകേണ്ടതുണ്ട്. അല്ല എങ്കിൽ കാര്യങ്ങൾ കുറെ കൂടി പ്രതിരോധത്തിലാവും, സങ്കീർണമാകുമെന്ന് തിരിച്ചറിവിലേക്ക് എത്തുന്നു എന്നതാണ്. അതിന്റെ ഉദാഹരണങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആദായ നികുതി വകുപ്പിന്റെ നടപടി ഉണ്ടായിരുന്നത്. ആദായ നികുതി വകുപ്പ് ഒരു അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട്. ബാങ്ക് ഓഫ് ഇന്ത്യയിലുണ്ടായ ഒരു അക്കൗണ്ട്, പ്രധാനപ്പെട്ട ഒരു അക്കൗണ്ട് ജില്ലയുടെ മരവിപ്പിച്ചു. അതോടൊപ്പം തന്നെ മറ്റ് സമാനമായ രീതിയിലേക്ക് അന്വേഷണങ്ങൾ വരുന്നു. കരുവന്നൂർ ബാങ്കിൽ ഈ പെരുത്തശ്ശേരി ഏരിയ കമ്മിറ്റിക്കടക്കം രണ്ട് കമ്മിറ്റികൾക്കായിട്ട് ഏതാണ്ട് 5 അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഈ കണക്കിലേക്ക് കാണിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്ന് അവർ പറയുമ്പോൾ പോലും ജില്ലാ സെക്രട്ടറിയോട് അത് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിനും ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയില്ല. അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല എന്നാണ് നേരത്തെ പ്രതികരിച്ചപ്പോൾ പോലും അദ്ദേഹം സൂചിപ്പിച്ചത്. അതുമാത്രവുമല്ല, ഇപ്പോൾ വന്നിരിക്കുന്നത്
CPMന്റെ സ്ഥാപന ജംഗമ വസ്തുക്കളെക്കുറിച്ചുള്ള ഒരു സ്ഥിതിവിവര കണക്കുകൾ കൃത്യമായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം നൽകിയിരിക്കുന്നു എന്നതാണ്. ഏതാണ്ട് 100ഓളം ഇത്തരം വസ്തുവകകളുടെ ഒരു പട്ടിക തന്നെ സമർപ്പിച്ചിരിക്കുന്നു. ഇതൊന്നും കണക്കിലേക്ക് വന്നിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് വളരെ പ്രതിരോധത്തിലേക്ക് നീങ്ങുന്ന ഒരു നടപടി തന്നെയാണ്. ഇന്ന് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ ഇതിനോട് പ്രതികരിച്ചത് ഇതെല്ലാം തന്നെ ഇലക്ഷൻ പ്രമാണിച്ചുകൊണ്ട് ഇലക്ഷനെ കണ്ടുകൊണ്ട് മുന്നോട്ട് നീക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം തന്നെയും പറയുമ്പോൾ പോലും ഇത്തരം കാര്യങ്ങളിൽ കുറെ അധികം മുന്നോട്ട് പോക്കാം EDയും അതോടൊപ്പം തന്നെ ആദായ നികുതി വകുപ്പും നടത്തുന്നു എന്നതാണ്. അത് CPM തിരിച്ചറിയുന്നു എന്നത്. അതാണ് ഈ വിഷയത്തിൽ EDയുടെ നീക്കം. എന്തായാലും പ്രധാനപ്പെട്ട നീക്കമാണ് EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ വിവാദ സിനിമ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച ഇടുക്കി രൂപത സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ വിശ്വാസ പരിശീലന ക്ലാസിൻ്റെ ഭാഗമായിട്ടാണ് സിനിമ പ്രദർശിപ്പിച്ചത്. പ്രണയ ചതിക്കുഴിയെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനായിട്ടാണ് സിനിമ പ്രദർശിപ്പിച്ചത് എന്നതാണ് രൂപത നൽകുന്ന വിശദീകരണം. ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച കേരള സ്റ്റോറീസ് കഴിഞ്ഞ ദിവസം ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. ആ സിനിമയുടെ പ്രദർശനത്തിന് ഇടയാക്കിയ സാഹചര്യങ്ങൾ രൂപതയുടെ മീഡിയ കോർഡിനേറ്റർ ഫാദർ ജിൻസ് കാരക്കാട്ട് വിശദീകരിക്കുന്നു. എന്തായിരുന്നു ഇങ്ങനെയൊരു സിനിമയുടെ പ്രദർശനത്തിന് ഇടയാക്കിയ സംഭവം? നമ്മുടെ രൂപതയിൽ എല്ലാ വർഷവും സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ് പ്രോഗ്രാം അവധിക്കാലത്ത് നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷവും ഏപ്രിൽ മാസം 2, 3, 4 തീയതികളിലായിട്ട് പള്ളികളിൽ ഇൻറ്റൻസീവ് ട്രെയിനിങ് പ്രോഗ്രാം നടത്തിയിരുന്നു. അതിന് കുട്ടികൾക്ക് പ്രത്യേക ഒരു പാഠാവലിയൊക്കെ തയ്യാറാക്കി ആനുകാലിക വിഷയങ്ങളെക്കുറിച്ചാണ് അവർ ചർച്ച ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം 10, 11, 12 ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയ പുസ്തകത്തിൻ്റെ പ്രമേയം പ്രണയത്തെക്കുറിച്ചായിരുന്നു. ആ വിഷയം തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള കാരണം ഈ സമീപകാലത്ത് നമ്മുടെ കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾ പ്രണയ ചതിയിൽ വീണു പോവുകയും അതുവഴിയായിട്ട് അവരുടെ ഭാവി നശിക്കുകയും കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ വലിയ ദുരിതങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്നും നിലവിലുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് ജാഗ്രത പുലർത്തണമെന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയം നമ്മൾ തിരഞ്ഞെടുത്തത്. ഈ ഇൻറ്റൻസീവ് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പാഠങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുക, അധ്യാപനം പഠിപ്പിക്കുക എന്ന് മാത്രമല്ല നിരവധിയായിട്ടുള്ള ആക്ടിവിറ്റികളിലൂടെ അവരെ കാര്യങ്ങൾ ബോധിപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ചർച്ചകൾ നടത്തുകയും അവർ ഫീൽഡ് സ്റ്റഡികൾ നടത്തുകയും ഇൻ്റർവ്യൂ നടത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ നിരവധിയായ ആക്ടിവിറ്റികളുടെ ഭാഗമായി അതാണ് ഇടുക്കി രൂപത വിശദീകരിക്കുന്നത് ഈ വിവാദത്തിൽ. അതേസമയം ഈ രൂപതയുടെ നടപടിയെ BJP സ്വാഗതം ചെയ്യുകയാണ്. ഇടുക്കി രൂപതയുടെ സമീപനം LDF UDF മുന്നണികളുടെ മുഖത്തേറ്റ അടിയാണെന്നാണ് BJPയുടെ മധ്യമേഖലാ സെക്രട്ടറി N. ഹരി പ്രതികരിച്ചത്. രൂപതയുടെ സമീപനം യാഥാർത്ഥ്യബോധത്തോടെയുള്ളതാണ്. രൂപതയുടെ നിലപാടിനെ അഭിനന്ദിക്കുന്നതായും ഹരി പറയുന്നു. ലവ് ജിഹാദിനെ കുറിച്ചും ലഹരി ജിഹാദിനെ കുറിച്ചും ഒക്കെ സംസാരിച്ച സമയത്ത് ഈ കേരളത്തിലുണ്ടായ ഭൂകമ്പം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ കേസുകൾ എടുക്കുന്നു, അതിനു വേണ്ടിയിട്ട് UDF കണ്ടമാനം വാദിക്കുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ദ കേരള സ്റ്റോറി എന്ന ചിത്രത്തിന് വേണ്ടി അത് പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അത് സംഘപരിവാർ അജണ്ടയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൂരദർശൻ കേന്ദ്രങ്ങളിലേക്ക് സമരം നടത്തിയ DYFIയും SFIയും ഒക്കെ തിരിച്ചറിയണം. ഞാൻ ഇന്ന് അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഇടുക്കി രൂപത ഇന്നെടുത്തിട്ടുള്ള ഈ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആ നടപടിയെ അങ്ങേയറ്റം ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. കാരണം ഈ കേരള സ്റ്റോറി വിവാദം അങ്ങനെ കേരളത്തിൽ ചർച്ചയാണ്. അവിടെ നിന്ന് നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ പൊള്ളുന്ന ചൂടിന് ആശ്വാസമായി വീണ്ടും മഴയെത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. ഇന്നു മുതൽ കേരളത്തിൽ 5 ദിവസം വേനൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഇന്ന് 9 ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. പാലക്കാട് ഇതിനിടയിൽ ചൂട് കൂടുകയാണ്. ഇന്ന് 41 ഡിഗ്രി സെൽഷ്യസാണ് പാലക്കാട് രേഖപ്പെടുത്തിയ ചൂട്. കൊല്ലത്തും 39 ഡിഗ്രി സെൽഷ്യസ് ഇന്ന് ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗവും റെക്കോർഡിലാണ്. പല സമയങ്ങളിലും നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കാണ് സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം കടക്കുന്നത്. വീണ്ടും ഒരു ഇടവേളയാണ്, മടങ്ങി വരാം. മടങ്ങി വരുമ്പോൾ നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിതയുടെ സ്ഥലം മാറ്റത്തിനെതിരായ കോടതി അലക്ഷ്യ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തീർപ്പാക്കി. ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കിയെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. അനിതയ്ക്ക് പുനർനിയമനം നൽകിയ ഉത്തരവ് സർക്കാർ
ഹാജരാക്കുകയും ചെയ്തു. സർക്കാരിൻ്റെ പുനഃപരിശോധനാ ഹർജി വേനലവധിക്ക് ശേഷം പരിഗണിക്കും. PB അനിത കഴിഞ്ഞ ദിവസം ജോലിയിൽ പ്രവേശിച്ചിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരുമ്പോൾ അരുണാചൽ പ്രദേശിൽ മലയാളികളുടെ മരണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ നവീൻ തന്നെയാണെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. സംഭവം 7 വർഷം മുമ്പ് തന്നെ നവീൻ ആസൂത്രണം ചെയ്തതാണെന്നും അരുണാചൽ പ്രദേശ് തെരഞ്ഞെടുത്തത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നു. അരുണാചൽ പ്രദേശിലെ മരണങ്ങളിൽ ബാഹ്യ ഇടപെടലില്ല എന്ന ഒരു കണ്ടെത്തലിലേക്കാണ് അന്വേഷണ സംഘം എത്തുന്നത്. പുറത്തുനിന്നുള്ള ആരും ഇവരുമായി സംവദിച്ചതിൻ്റെ തെളിവുകളൊന്നും തന്നെ ഇതുവരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. വളരെ വിചിത്രമായ രീതിയിലായിരുന്നു ഇവരുടെ മെയിലുകളെല്ലാം തന്നെ കോഡ് ഭാഷയിലായിരുന്നു തമ്മിൽ മെയിലുകൾ അയച്ചിരുന്നത്. 7 വർഷമായി നവീൻ ഇങ്ങനെ അന്യഗ്രഹ വാസം എന്ന നിലയിൽ ചിന്തിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള യൂട്യൂബ് ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ഗൂഗിളിൽ തിരയുന്നതും അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. പിന്നീട് ഭാര്യ ദേവിയെ ഇതിലേക്ക് വലിച്ചുകൊണ്ട് വരികയായിരുന്നു. അതോടൊപ്പം ആര്യ, ദേവിയുടെ സുഹൃത്താണ്, ആര്യയെയും ഇങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് എത്തിച്ചു. ഏറ്റവും ഒടുവിലാണ് മൂവരും അരുണാചൽ പ്രദേശിലേക്ക് പോയതും അവിടെ മരിക്കുകയും ചെയ്തത്. അതിൽ തന്നെ ഒരു ദുരൂഹത അവശേഷിക്കുന്നുണ്ട്. 2 പേരെ കൊലപ്പെടുത്തിയ ശേഷം നവീൻ ആത്മഹത്യ ചെയ്തതാണോ എന്നതാണ് ഇനി കണ്ടെത്താനുള്ളത്. 2 കൊലപാതകമെന്ന സംശയവും അതേപടി നിലനിൽക്കുന്നുണ്ട്. 7 വർഷമായി നവീൻ ഇത് ഇങ്ങനെയുള്ള ആശയത്തിലേക്ക് പോകുന്നു എന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രവുമല്ല ഈ ഉയർന്ന പ്രദേശങ്ങൾ, പർവ്വത നിരകളാണ് അന്യഗ്രഹത്തേക്ക് പോകാനുള്ള എളുപ്പമാർഗം. ഭൂമിയിൽ പ്രളയമുണ്ടാകും, അപ്പോൾ സുരക്ഷിതമായ സ്ഥലവും ഇങ്ങനെയുള്ള പർവ്വത നിരകളാണെന്ന ഒരു ചിന്ത കൂടി ഇവർക്കുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അരുണാചൽ പ്രദേശിലേക്ക് പോയതെന്നും കണക്കാക്കുന്നു. വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം കൊളത്തൂർ തമ്പുരാൻമുക്കിൽ ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. അമിത വേഗതയിലെത്തിയ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരനും ബൈക്ക് ഓടിച്ചയാളുമാണ് മരണപ്പെട്ടത്. ബൈക്ക് ഓടിച്ചിരുന്ന മണക്കാട് സ്വദേശി അൽ സാജിർ, റോഡ് മുറിച്ചു കിടക്കുകയായിരുന്ന സുനീഷ് എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ 3 മണിക്കായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ബൈക്കിലൊപ്പമുണ്ടായിരുന്ന മണക്കാട് സ്വദേശി അൽ അമാൻ ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സയിലാണ്. നാഷണൽ കോഓപ്പറേറ്റീവ് ഡയറി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ബോർഡ് അംഗമായി മിൽമ ചെയർമാൻ KS മണി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർച്ചയായ 2ാം തവണയാണ് KS മണി ഈ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ആനന്ദിൽ NCDFI ആസ്ഥാനത്ത് വെച്ച് 8-അംഗ ഭരണസമിതി അംഗങ്ങളാണ് ഫലം പ്രഖ്യാപിച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ കൊലപാതക കുറ്റം ആരോപിച്ച് സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി അബ്ദുൾ റഹീമിൻ്റെ മോചനദ്രവ്യത്തിനായി പണം കണ്ടെത്താൻ യാചകയാത്രയുമായി ബോബി ചെമ്മണ്ണൂർ. 34 കോടി രൂപയാണ് അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിന് സൗദി കുടുംബം ആവശ്യപ്പെടുന്നത്. യാചകയാത്ര തിരുവനന്തപുരത്ത് ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് കാലമാണ്. നമുക്കറിയാം, രാഷ്ട്രീയ പാർട്ടികൾ ഫണ്ടില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ തെരുവിൽ കണ്ടാണ്. ഇപ്പോൾ പക്ഷേ ബോബി ചെമ്മണ്ണൂർ മറ്റ് വ്യത്യസ്തമായ ഒരു ആശയത്തിന് വേണ്ടി, ആവശ്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഭിക്ഷയായി തെരുവ്. എന്താണ് ഇത്തരം ഒരു ഉദ്യമത്തിന് വേണ്ടി? ഇത് ജാതിമത ഭേദങ്ങൾക്ക് അപ്പുറം രാഷ്ട്രീയ ഭേദമന്യേ ഉള്ളൊരു പിരിവാണ്. എനിക്ക് പ്രത്യേക ജാതിയോ മതമോ ഇല്ല. എന്റെ ജാതി മനുഷ്യജാതി, മതം സ്നേഹമതം പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരും ഇതിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യണം. 18 വർഷമായി ഒരു നിരപരാധി സൗദി ജയിലിൽ കഴിയുകയാണ്. ഈ മാസം 16-ാം തീയതി അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രിക്കും മിസ്റ്റർ സുരേഷ് ഗോപിക്കും മുരളീധരൻ മന്ത്രിക്കുമൊക്കെ നമ്മൾ ഇതിന്റെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 16-ാം തീയതി എന്നുള്ളത് നീട്ടിക്കിട്ടാൻ വേണ്ടി ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലൂടെയും യാചിക്കുകയാണ് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി. ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് 1 കോടി കൊടുക്കുകയും മറ്റ് 4 കോടി രൂപ പിരിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ബാക്കി 30 കോടി രൂപയ്ക്ക് വേണ്ടിയാണുള്ള ഈ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. എല്ലാവരും ഇതിനു വേണ്ടുന്ന സഹായം ചെയ്യണം. സമാഹരിക്കാൻ യാചകയാത്ര എന്നൊരു ആശയത്തിലേക്ക് പോകുന്ന കാര്യം യാചിക്കുകയാണ് തികച്ചും. അപ്പൊ തെണ്ടാന്ന് പറയുന്നതിലും കുറച്ചുകൂടെ ഭംഗി യാചകയാണ്. രീതി സ്വീകരിക്കാനുള്ള കാരണം എന്താണ്? എല്ലാവരുടെയും ഒരു പാർട്ടിസിപ്പേഷൻ. കാരണം ഇത്ര വലിയൊരു എമൗണ്ട് ഇങ്ങനെ വരാറില്ല. സാധാരണ 1 കോടി 2 കോടി അങ്ങനെ പലതും ചെയ്യാറുണ്ട്.
ഒരു വ്യക്തിക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇതൊരു വലിയ എമൗണ്ട് ആയതുകൊണ്ട് ആരും തന്നെ ഒറ്റയ്ക്ക് കൊടുക്കാൻ മുമ്പോട്ട് വന്നില്ല എന്നതുകൊണ്ട് ഞാൻ ആലോചിച്ചപ്പോ ബോച്ചെ ഫാൻസ് ഇറങ്ങി, മറ്റ് സംഘടനകളും എല്ലാവരും ചേർന്ന് പിരിച്ചാൽ പല തുള്ളി പെരുവെള്ളം ഒരു 10 രൂപ വെച്ച് മലയാളികൾ എടുത്താൽ 3.5 കോടി ജനങ്ങളുണ്ട്, 35 കോടി രൂപയാകും. എല്ലാവരും ഒന്ന് കൈയഴിഞ്ഞ് സഹായിച്ചാൽ. കേരളം മുഴുവൻ ഇങ്ങനെ പോകാനാണ് അല്ലെങ്കിൽ കേരളം മുഴുവൻ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് തുടങ്ങി എല്ലായിടത്തും കയറി യാചിക്കാനുള്ള പരിപാടിയാണ്. വിജയിക്കുന്നുള്ള പ്രതീക്ഷ ഉണ്ടോ? തീർച്ചയായിട്ടും വിജയിക്കും. മലയാളികള് നല്ലവരാണ്. ഒരു അത്യാവശ്യം വന്നാൽ കൂടെ നിൽക്കുന്ന ഉറപ്പുണ്ട്. അതുകൊണ്ട് വിജയിച്ചിരിക്കും. ഏതായാലും അങ്ങനെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ യാത്ര. ഒരു മലയാളിയുടെ ജീവൻ രക്ഷിക്കാൻ 18 വർഷമായി ജയിലിൽ കഴിയുന്ന, വിദേശ രാജ്യത്ത് ജയിലിൽ കഴിയുന്ന മലയാളിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള യാത്രയാണിത്. 34 കോടി രൂപയാണ് മോചനദ്രവ്യമായി ഈ മരിച്ച കുട്ടിയുടെ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. അതിൽ 30 ലക്ഷം രൂപ ഇതിനകം സമാഹരിച്ചു കഴിഞ്ഞു. ബാക്കി 4 കോടി രൂപ ഇതുവരെ സഹായിച്ചു കഴിഞ്ഞു. 30 കോടി രൂപയ്ക്ക് വേണ്ടിയുള്ള യാത്രയാണ്, യാചക യാത്ര എന്ന പേരിൽ ബോബി ചെമ്മണ്ണൂർ നടത്തുന്നത്. തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷന് ബസ് സ്റ്റാൻഡിന് സമീപം തമ്പാനൂരിലാണ് യാത്ര തുടങ്ങിയത്. ആളുകളിൽ നിന്ന് തുടക്കത്തിൽ നല്ല പ്രതികരണം യാത്രയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും ആളുകൾ, ബസ്സിൽ നിന്നുള്ള ആളുകളടക്കം ഈ യാത്രയ്ക്ക് സഹായം നൽകുന്നുണ്ട്, ഈ ഒരു ഉദ്യമത്തിന് സഹായം നൽകുന്നുണ്ട്. ഈ യാത്ര വിജയിക്കുമെന്ന് തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതീക്ഷ. ബജാജ് ഫിനാൻസ് ലിമിറ്റഡ് സ്ഥിര നിക്ഷേപത്തിനുള്ള പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ചു. തവണ വ്യവസ്ഥകൾ അനുസരിച്ചുള്ള നിക്ഷേപങ്ങൾക്കെല്ലാം നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പുതിയ പലിശ നിരക്കുകൾ ഈ മാസം 3 മുതൽ നിലവിൽ വന്നു. മുതിർന്ന പൗരന്മാരുടെ നിക്ഷേപങ്ങൾക്കുള്ള പലിശ നിരക്കിലാണ് ഏറ്റവും വലിയ വർധനവ്. 25 മുതൽ 35 മാസം വരെയുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് 60 ബേസിസ് പോയിന്റാണ് വർദ്ധിപ്പിച്ചത്. മുതിർന്ന പൗരന്മാരുടെ 18 മുതൽ 24 മാസം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് 40 ബേസിസ് പോയിന്റും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനി നോക്കാം സ്വർണ്ണ വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6565 രൂപ, പവന് 52,520 രൂപ. 18 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 5495, പവന് 43,960. വെള്ളി ഗ്രാമിന് 88 രൂപ, കിലോഗ്രാമിന് 88,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈവ് അറ്റ് 6 അവസാനിക്കുന്നു. ഇനി പ്രൈം ഡിബേറ്റ് കാണാം.